എ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 10 മീറ്റർ നടന്നു എന്ന് പറയാം. 10 മീറ്റർ നടന്നു. ദെൻ അവിടെ നിന്ന് അയാൾ എന്ത് ചെയ്യാണ്, റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് എഗെയിൻ ഒരു 5 കിലോമീറ്റർ എഗെയിൻ നടന്നു. ഇവിടെ 5 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ വരും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളത്. എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരിക? ഈ ഏരിയ അല്ലേ, ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെ നമ്മൾ കാണുക? അവിടെയാണ് നമ്മുടെ ഈ ഒരു പൈതഗോറസ് തിയറി അപ്ലിക്കേഷൻ വരുന്നത് കേട്ടോ. നിങ്ങളുടെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ മാത്രമാണ് പൈതഗോറസ് തിയറിയുടെ ആവശ്യം വരാറുള്ളൂ. സോ ഇനി എന്താണ് പൈതഗോറസ് തിയറി? ഇപ്പൊ അപ്ലിക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഈ പൈതഗോറസ് തിയറി നോക്കാം. പൈതഗോറസ് തിയറി എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾസിൽ, ഇപ്പൊ ഇതൊക്കെ റൈറ്റ് ട്രയാങ്കിൾ അങ്ങനെ വരും, 90 ഡിഗ്രി വരുന്നതാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. റൈറ്റ് ട്രയാങ്കിൾസിന്റെ 2 സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് കാണുന്ന മെത്തേഡാണ് പൈതഗോറസ് തിയറി. കാണിച്ചു തരാം. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, ഒരു മിനിറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആകട്ടെ. ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വന്നു. ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും എന്താണ് ടോപ്പ്. ഇപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയും. ഈ ഒരു സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയും. ഈ ഒരു സൈഡ് ഇതിന്റെ ഹൈറ്റ് ആണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടനസ് എന്ന് പറയും. 3 സൈഡ്. ഇതിന്റെ ഇക്വേഷൻ ഈ 2 സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഹൈറ്റും ബേസും കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് കേട്ടോ. ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയും. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഈ ഒരു സൈഡിനെ എ എന്നും ഈ ഒരു സൈഡിനെ ബി എന്നും ഈ ഒരു സൈഡിനെ സി എന്നും പഠിക്കുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ഇത്രയുള്ള ഇക്വേഷൻ നിങ്ങൾ നോക്കി വെക്കണ്ട കേട്ടോ. ഏതാണ് എ ബി സി എന്ന് മനസ്സിലാക്കണം. ഇവിടെ എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യാൻ കുഴപ്പമില്ല, സി മാറരുത് കേട്ടോ. സിക്കാണ് ഇമ്പോർട്ടൻസ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ച് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്, വലിയൊരു കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ വരുന്നത്, പൈതഗോറസ് വരുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് 3 ആണ്, ഈ ഒരു സൈഡ് 4 ആണ്. ഈ ഒരു സൈഡാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. സി സ്ക്വയറിന് തൽക്കാലം നമ്മൾ എക്സ് എന്നെടുത്തു, വാല്യൂ അറിയാത്തതുകൊണ്ട്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into 4, 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 into 3. അപ്പോൾ 16 plus 9 ഈക്വൽ ടു നമുക്ക് എക്സ് ആണെന്ന് വന്നു. വേണ്ട, എക്സ് എന്ന് വേണ്ട, സി സ്ക്വയർ തന്നെ എഴുതാം അല്ലേ. എക്സ് നിങ്ങൾക്ക് ആൻസർ തെറ്റും, കാരണം നമുക്ക് റൂട്ട് ചെയ്യേണ്ടതുണ്ട്. സി സ്ക്വയർ എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അപ്പോൾ 16 9 എത്രയാണ്? 25 അല്ലേ. 25 ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ സി എത്രയാ? സി സ്ക്വയർ ആണ് 25. ഈ സ്ക്വയറിലോട് ഞാൻ എക്സ് ഒഴിവാക്കിയത് കേട്ടോ. സി സ്ക്വയർ എന്ന് പറയുന്നതാണ് 25. അപ്പൊ സി എന്ന് പറയുന്നത് എന്താ? സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലേ. റൂട്ട് 25 എന്ന് പറയുന്നത് 5 ആണ്. സോ സി എന്താണ്? 5 ആണ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇവിടെ സ്ക്വയർ വരും. ഈ സ്ക്വയറിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആക്കണം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. അപ്പൊ ലെറ്റ്സ് സേ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഈ ഒരു സൈഡ് 6ഉം ഈ ഒരു സൈഡ് 8ഉം ആണ് എനിക്ക് കാണുന്നത്. ഈ സൈഡ് ആണ് എന്ന് വെക്കുക. അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. 6ന്റെ സ്ക്വയറും പ്ലസ് 8ന്റെ സ്ക്വയർ. 6 ആകുമ്പോൾ എത്രയാണ്? 6 6 36 പ്ലസ് 8ന്റെ എത്ര വരിക? 8 8 64 ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് കിട്ടി. ഇനി 36 64 എത്രയാ? 36 4 40. 40 6 എത്രയാണ്? 40 60 എത്രയാണ്? 100. സോ 100 ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് വന്നു. സി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. സി ആവുമ്പോൾ എന്താണ്? റൂട്ട് ആവണം. റൂട്ട് 100 എത്രയാണ്? 10 ആണ്. സോ ആൻസർ എന്താണ്? സി. ഇവിടെ ഈ സി എന്ന് പറയുന്ന സൈഡ് 10 ആണ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പാറ്റേണും കൂടി കാണിച്ചു തരാം കേട്ടോ. അത് നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. കോമൺ പാറ്റേൺ, അതായത് നിങ്ങളുടെ നെറ്റ് എക്സാമിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് നമ്പേഴ്സ്: ഹൈറ്റ്, ബേസ്, ഹൈപ്പോട്ടനസ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് 3 ബേസ് 4 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 5 വരുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ നെറ്റ് എക്സാമിന് നമുക്ക് സ്റ്റെപ്പുകളൊന്നും വേണം, നമുക്ക് ആൻസറിലേക്ക് എത്തിയാൽ മതി. കാരണം നമുക്കൊരു ആൻസർ കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എങ്ങനെ ആൻസർ കിട്ടിയതെന്നുള്ളതിനോട് പ്രസക്തി ഇല്ല. ഇപ്പോൾ ഹൈപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ഹൈപ്പോ ക്വസ്റ്റ്യൻ വരികയാണ് നിങ്ങൾക്ക്, പൈതഗോറസിൽ ക്വസ്റ്റ്യൻ വരികയാണ്, റൈറ്റ് ട്രയാങ്കിളിൽ വെച്ചിട്ട് ഹൈറ്റ് 3 ബേസ് 4 ആണെങ്കിൽ അവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 5 ആണ്. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ ആൻസർ മാറില്ല. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ബേസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 10 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 12 ഹൈറ്റ്, 5 ബേസ് എന്നുണ്ടെങ്കിൽ 13 ആയിരിക്കും അവിടെ നിങ്ങളുടെ ഹൈപ്പോട്ടനസ് വരിക കേട്ടോ. ഈ ഒരു 3 നമ്പേഴ്സും കോമൺ ആയിട്ട് നിങ്ങളുടെ നെറ്റ് എക്സാമിന് വരാറുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഹൈറ്റും തന്നിട്ടുണ്ട് ബേസും തന്നിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസ് എന്താണ് വരിക എന്നുള്ളതാണ്. ഹൈറ്റ് 3 ബേസ് 4 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഈ ഇക്വേഷനിൽ ഏത് സൈഡ് കിട്ടിയാലും, അതായത് ഇപ്പോൾ ഈ ട്രയാങ്കിളുടെ 3 സൈഡ്സിൽ ഏത് സൈഡ് കിട്ടിയാലും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം അല്ലേ? സിമ്പിൾ അല്ലേ? സോ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൈതഗോറസ് തിയറി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ? പക്കാ സിമ്പിൾ ആവുകൊണ്ടാണ് വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത് കേട്ടോ. അടുത്താണ് നമ്മുടെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്.